എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒന്നുകൂടി പറയട്ടത്. ഞാൻ പറയുന്നത് ചിലർക്ക് മനസ്സിലാവുന്നില്ല. സത്യം തന്നെയാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കത് വളരെ സ്പീഡിൽ പറയുമ്പോൾ അത് അങ്ങനെ വരാറുണ്ട്. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. അത് വ്യക്തമായില്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും കിഴി എപ്പിസോഡിലേക്ക് കടക്കാം. ഹെഡ് നാളായി അല്ല പിന്നെ ഓക്കെ, 2 ദിവസമായിട്ടോ നമുക്ക് കിഴി എപ്പിസോഡ് വന്നിട്ട്. ഞങ്ങൾ ചെറിയ തിരക്കായി പോയി. പിന്നെ അതിന്റെ കാര്യം എൻ്റെ ഈ കിഴി എപ്പിസോഡിന്റെ ഇടയിൽ കൂടെ പറയാം. അതെ അതെ അതെ, പലതും ഉണ്ട്. അതെ, ഫസ്റ്റ് കിഴി വാഴ. എന്തേ വിളിച്ചോ? എന്നെയല്ലേ? കറക്റ്റാ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഞാൻ അതിൽ പെടില്ല കേട്ടോ. വാഴകളുടെ കഥ പറയുന്നതിൽ ആ ബോയ്സിൽ അത്രക്ക് എത്തിയിട്ടില്ല. എന്താണെങ്കിലും ആനന്ദ് മേനോനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. വിപിൻ ദാസ് ആണ് റൈറ്റർ. യെസ്. ഓക്കെ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് യുവ താരങ്ങളുണ്ട്. റീൽസിലെ താരങ്ങൾ, അവരെ വെച്ചിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു വൻ പരിപാടിയായിരിക്കും തീർച്ചയായിട്ടും. അതും ട്രെൻഡാവും. ഇതിനകത്തുള്ളവരൊക്കെ കൗണ്ടറിന്റെ കാര്യത്തിലാണെങ്കിലും കോമഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പക്ക ആൾക്കാരാണ്. നല്ല കണ്ടന്റ് മേക്കേഴ്സ് ആണ്. ഓക്കെ, ആ രീതിയിൽ വരുമ്പോൾ പൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. നല്ല പേരും വാഴ. ഓക്കെ, അടുത്ത കിഴി ആന്റണി വർഗീസ് പെപ്പെ. ആളുടെ നെക്സ്റ്റ് മൂവിയിലേക്ക് കാസ്റ്റിംഗ് കോൾ ഉണ്ട്. ഓക്കെ, അടിച്ചു കേറി വാ. ഓക്കെ, എന്തായാലും അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ നമുക്കത് എടുത്ത് വായിക്കാം. തീർച്ചയായിട്ടും. കയ്യിൽ മസിലുണ്ടോ? അത്യാവശ്യം. അഭിനയിക്കാൻ മനസ്സുണ്ടോ? പിന്നെ മനസ്സേ ഉള്ളൂ. അടിച്ചു കയറി വാ മക്കളെ. കാസ്റ്റിംഗ് കോൾ ഇട്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ കയ്യിൽ മസിലും അഭിനയിക്കാൻ മനസ്സും. തലയിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ചോദിച്ചാൽ ഞാനൊക്കെ പോയി മത്സരിച്ചേനെ. അല്ല, അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കാനോ? ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും ആന്റണി വർഗീസിന്റെ അടുത്ത സിനിമയാണ്. ആരാ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ടില്ല. അതായത് മെയിലും ഫീമെയിലും കിഡ്സും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും സാധ്യത ഉണ്ട്. 18 മുതൽ 60 വയസ്സ് വരെയുള്ള മെയിലിന്, പിന്നെ 25 മുതൽ 50 വയസ്സ് വരെയുള്ള ഫീമെയിൽസിന്, പിന്നെ കിഡ്സ് 8 മുതൽ 13 വയസ്സ് വരെയുള്ള. ഓക്കെ, പിന്നെ അവിടെ കൊച്ചി കാലിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാവരും അടിച്ചു കയറി ചെല്ലി. ജൂൺ 10 ലാസ്റ്റ് ഡേറ്റ്. യെസ്, താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് പരിപാടി നോക്കിയോ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, അടിച്ചു കയറി വാ. വായിന്ന് പോകുന്നില്ലല്ലോ. ഇനി അത് പറഞ്ഞ ഉള്ളൊഴുക്ക് സിനിമയുടെ ഒരു റിലീസ് പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. റിലീസ് ഡേറ്റ് വന്നിട്ടുള്ള ജൂൺ 21 സിനിമ റിലീസിനെത്താണ്. പാർവതി തിരുവോത്തും ഉർവശി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ക്രിസ്റ്റോട്ടോമിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സുശീൽ ശ്യാമാണ് മ്യൂസിക്. ടീമാണ്. സിനിമയുടെ ടീസർ നാളെ, അതായത് 3-ാം തീയതി ജൂൺ 3 പുറത്തു വരും. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സീന്. സംഭവം ഫ്ലഡുമായി ബന്ധപ്പെട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെയാണ്. കുറെ വെള്ളത്തിന്റെ പിന്നെ ഉള്ളൊഴുക്ക് എന്നുള്ള പേരിലും തീർച്ചയായിട്ടും ആ ഒരു സംഭവം കാണാം. ഓക്കെ, അടുത്ത കിഴി ബ്രഹ്മരാക്ഷസ്. നമ്മുടെ രൺവീർ സിംഗ് നായകനാവുന്ന സിനിമയായിരുന്നു. നായകനാകേണ്ടിയിരുന്ന സിനിമയായിരുന്നു. അതായത് പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി. നമ്മുടെ ഹനുമാൻ സംവിധായകൻ ഒരുക്കേണ്ടിരുന്ന സിനിമയായിരുന്നു. എന്തായാലും ഇത് പെട്ടിയിലായിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയാണ്, പെട്ടിയിലായി. ഇനി അത് പ്രതീക്ഷിച്ചിരിക്കണ്ടാന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ആർക്കും ഇഷ്ടമായില്ല, അതാണ്. അടുത്തത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇത് പറയുമ്പോ സിനിമയുടെ റിവ്യൂ ഇപ്പം തുടക്കത്തിൽ പറഞ്ഞു 2 ദിവസത്തെ ക്ഷീണം. അത് ഈ സിനിമ കണ്ടതുകൊണ്ടാ. മടുത്തുപോയി. സിനിമയോടുള്ള താല്പര്യം മടുത്തുപോയി. സത്യമായിട്ടും നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നു ഇനി സിനിമ കാണുകയേ വേണ്ട. ആ ഒരു ഫീല് വന്ന സിനിമയാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ? ആകെ ഉണ്ട് ഒരു റിയാസ് ഖാന്റെ ഒരു ക്യാരക്ടർ. അത് നമ്മൾ അതിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് കൊണ്ട് എൻജോയ് ചെയ്തതാ. അല്ലാണ്ട് അതും നമ്മൾ കണ്ടു മറന്നിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. പക്ഷെ
വേറെ ഒരു സാധനം ഇല്ലാത്തത്. എന്തിനാ സിനിമ അല്ല ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ എന്തിനു എടുത്തു എന്നാണ്. OTT പോലും ഇതൊക്കെ പോകും ദൈവത്തിനറിയാം. അങ്ങനത്തെ അവസ്ഥ. അതും ഷോയ്ക്ക് പോയതിന്റെ കോമഡി അതിന്റെ ഭയങ്കരമാണ്. സിനിമയ്ക്ക് രാവിലെ ഇവിടുന്ന് പോവാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് വെറുതെ തിയേറ്ററിലേക്ക് വിളിച്ചു നോക്കിയത് ഷോ ഇല്ല എന്ന് പറഞ്ഞു. ഷോ ഇല്ല, കാരണം ബുക്കിംഗ് നടന്നിട്ടില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. അതായത് 1-2 ആൾക്കാരെങ്കിലും തിയേറ്ററിൽ ബുക്ക് ചെയ്യണം, അതായത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് അവനെയും വിളിപ്പിച്ച് ഞങ്ങളതും കൂടി ബുക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തായാലും ഷോട്ടേ പറ്റുള്ളൂ. പിന്നെ 2-3 പേരെ ആ ആള്, അതായത് ബുക്ക് ചെയ്ത ആളില്ലേ, അവൻ അവിടെ തിയേറ്ററിൽ നിൽക്കുക. എന്നിട്ട് അവനെ കൊണ്ട് പിടിച്ചു കയറ്റിപ്പിച്ചു. എന്നിട്ട് ഷോ നടത്തി. ഞങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു. അതെ. പിന്നെ തിയേറ്ററിൽ സ്റ്റാഫിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്തിന്റെ കേടായിരുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നു. എന്റെ അമ്മ റാഫിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അതായത് റാഫിയുടെ മകൻ തന്നെയാണ് ഇതിലെ നായകൻ. മകനിട്ട് ഇങ്ങനെ ഒരു പണി. ഓക്കെ, എന്തായാലും അടുത്ത കിഴി ലിറ്റിൽ ഹേർട്സ് സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഇന്ന് 6 മണിക്ക് വരും. നമ്മുടെ ഡബ്സിയാണ് ഈ സോങ് പാടുന്നത്. എന്തായാലും തെറ്റിപ്പോയി. എന്തായാലും നമ്മുടെ ഷെയ്ൻ നിഗം, ബാബുരാജ് ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മഹിമ നമ്പ്യാർ ഇവരൊക്കെ. സാന്ദ്ര തോമസ് അല്ലേ പ്രൊഡക്ഷൻ, നമ്മുടെ നാട്ടുകാരി കേട്ടോ. അടുത്തത് സ്വയംഭൂ. ഓ, സിനിമയുടെ നിഖിൽ സിദ്ധാർത്ഥിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് കേട്ടോ. ഗംഭീര പോസ്റ്ററാണ്, അടിപൊളി പോസ്റ്റർ. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. കടുപ്പുള്ളതൊക്കെ പോരട്ടെ. ഓ, കടുപ്പുള്ളതിന് കിട്ടി. സൂര്യ 44, കാർത്തിക് സുബരാജ് പടം. സിനിമയുടെ കാസ്റ്റിംഗ് വമ്പൻ സംഭവമാണ്. സൂര്യയുടെ കൂടെ നായികയായിട്ട് വരുന്നു പൂജ ഹെഗ്ഡെ. അടുത്തത് മലയാളത്തിന്റെ അഭിമാനം ജയറാം. മലയാളത്തിന്റെ മറ്റൊരു അഭിമാനം ജോജോ ജോർജ്. അങ്ങനെ 2 മലയാളി സാന്നിധ്യം, അതും പ്രധാന വേഷത്തിൽ. വമ്പൻ സ്റ്റാർ, വേറെ ലെവലാ. പിന്നെ കരുണാകരൻ. എന്തായാലും ഇത്രയും പേരുടെ കാസ്റ്റിംഗ് ആണ് ഇന്നലെ ഇട്ടിട്ടുള്ളത്. എന്തായാലും വമ്പൻ സംഭവം. പൂജ ഹെഗ്ഡെ അതിൽ മാത്രമാണ് ഒരു പേടിയുള്ളത്. ആള് തൊട്ടതെല്ലാം ബോംബുകളായിരുന്നു. അടുത്തത് പുഷ്പ 2 സിനിമയുടെ 75 ദിവസത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ചെയ്തോ എന്താടാ തെറ്റുമ്പോ അറിയാണ്ട് വന്നു പോകുന്നു. എല്ലാരും എടുത്തോ, ഇനി വന്നു വരുന്നത് സ്റ്റോക്കില്ലല്ലോ. ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ടല്ലേ? ഉണ്ട്. അത് പഠിച്ചതല്ലേ പാടുകളും. അതെങ്ങനെ അറിയാം? ഇപ്പോ സ്റ്റോക്കില്ല, അത് ടൈമിൽ വരും, ഉണ്ടായി വരുന്നതാണ്. ആ സമയങ്ങളിൽ ജനനം കൊള്ളുന്നതാണ്, ഉത്പാദിപ്പിക്കുന്നത് ആ ടൈമിൽ. എന്താണെങ്കിലും 75 ദിവസം കൂടി പിന്നെ വന്നു. 75 ദിവസം കൂടിയുള്ള ഇതിന്റെ പോസ്റ്റർ. ഇനി മറ്റൊരു കാര്യം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വരേണ്ടത്, ഇതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സിനിമയിൽ പുഷ്പ 2 ഒന്നിലധികം ക്ലൈമാക്സുകൾ ഉണ്ടാവുന്നു. അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ല, ഒന്നിലധികം എന്ന് പറഞ്ഞാൽ 1-2 തീരുന്നല്ല, മനസ്സിലായോ? അത് 1 തീരുന്ന 2 തീരുന്നത് എന്നുള്ളത് സസ്പെൻസ് തന്നെയാണെന്ന്. ഓക്കെ, ഞങ്ങളിപ്പോ ഇന്റർവ്യൂല് ഇരുന്നിട്ട് ഇത് ക്ലൈമാക്സ് ആണെന്ന് പറയേണ്ടി വരും. അല്ല, നമ്മള് പറഞ്ഞിട്ടില്ലായിരുന്നു പുഷ്പ ഒരു 5 വരെയൊക്കെ പോകുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ ഒരു പ്രാവശ്യം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം ഓരോ ക്ലൈമാക്സ് വെച്ചിട്ടായിരിക്കും അടുത്തത് ഓരോന്ന് വരാൻ പോണത്. തകർക്കട്ടെ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, പോന്നോട്ടെ. ഓക്കെ. കൽക്കി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ 7-ാം തീയതി വരും. ഒഫീഷ്യൽ ട്രെയിലർ 8-9 യെസ്. പിന്നെ മറ്റൊന്ന് സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 50 മിനിറ്റും. തീർച്ചയായിട്ടും അത്രയും വേണമല്ലോ. പിന്നെ യൂണിവേഴ്സ് ആണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തു. അടുത്തത് എന്റേത് പോരാഞ്ഞിട്ടോ നിങ്ങള്? സത്യം, ഒന്നിനെ തന്നെ സഹിക്കണം നമുക്ക് അറിയുള്ളൂ.
സൈലൻസ്. ഒരു കോഴി സൈലന്റ് ആയി. ഓക്കെ, അടുത്തത് ലെവൽ ക്രോസ്. ഓക്കെ, അവര് ലെവല് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും പിടിച്ച് കറിയാക്കൊന്ന് പറഞ്ഞു. ചട്ടിയിൽ കയറാനുള്ള തോന്നുന്നു. എന്താണെങ്കിലും ലെവൽ ക്രോസ് സിനിമയുടെ ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ ആദ്യം കണ്ടതുപോലൊക്കെ തന്നെ. നമുക്ക് ടീസറിൽ നിന്ന് മനസ്സിലായത് ഒരു മരുഭൂമി, അത് റെയിൽവേ ട്രാക്കുള്ള ഒരു ഏരിയ, അവിടെ ഒരു ലെവൽ ക്രോസ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് ആസിഫ് അലി. അവിടേക്ക് 2 അതിഥികൾ വരുന്നു, അതായത് അമലാപോളും ഷറഫുദ്ദീനും. യെസ്, അതിലാരാ വില്ലൻ? വിളിക്കപ്പെടാത്ത അതിഥികൾ. അതെ, അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലായിരുന്നു? ഉണ്ടല്ലേ. ഉണ്ട്. ഓക്കെ, അടുത്ത കിഴി നടന്ന സംഭവം. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ജൂൺ 21. കുറച്ച് നാളുകളായിട്ട് മാറ്റി കൊണ്ടുപോകുന്ന സംഭവമാണ്. അതെ അതെ. എന്താണെങ്കിലും ജൂൺ 21. ഇപ്പൊ ജൂൺ 21 2 സിനിമയായി, ഉള്ളൊഴുക്ക് ഇതും. അടുത്തത് സംയുക്ത മേനോൻ ബോളിവുഡിലേക്ക്. മഹാരാജ്ഞി സിനിമയുടെ ടൈറ്റില്. കാജോളാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ചരൺ തേജ് ഉപ്പലപതി സിനിമ ഡയറക്ട് ചെയ്തു. ഒറ്റ വായിക്ക് പോയത് ഭാഗ്യം. നിനക്ക് കിട്ടണമായിരുന്നു. ഞാനത് ഭയങ്കര സംഭവമായ ഒരു കണ്ടന്റ് ആക്കി മാറ്റി. അതാ പറഞ്ഞേ, പൊളിച്ചേനെ. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞു. ലാസ്റ്റ് പറയേണ്ട അവസ്ഥ എനിക്ക് തന്നെയായിരിക്കും. ഇവരെന്നെ പറയാതെ ആ പേര് ലാസ്റ്റ് കിഴിയൊക്കെ ഞാൻ എടുക്കും. പേര് നീ പറഞ്ഞാൽ മതി. കണ്ടന്റ് കൂടും, പക്ഷെ സാധനം വരണമെങ്കിൽ വാ തുറക്കണോ. ഓക്കെ, അടുത്ത കിഴി ടർബോ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുണ്ട് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇപ്പോൾ മലയാള സിനിമ. ഇനി അത് ടർബോ ആണ്. രണ്ടാമത്. മൂന്നാമത് ഭീഷ്മപർവം. നാലാമത് ആവേശം. ഏതാണ് കീഴെടുത്ത് താഴട്ട്? മതിയായില്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാം മതിയാവുന്ന. അടുത്തത് ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി. കുഴപ്പമില്ല. സിനിമയില് നസ്ലൻ പ്രധാന വേഷത്തിൽ എത്തുമെന്നുള്ള റൂമറുകൾ പരക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും ലിയോയിലും മാത്യൂസ് പോയെങ്കിൽ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയിൽ നസ്ലനും ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. കട്ടക്ക് മത്സരം തന്നെ. അത് രണ്ടും വേറൊരു കാര്യം പറയട്ടെ. ഇനി മക്കളായിട്ടാ വരുന്നെങ്കിൽ രണ്ടുപേരും കറക്റ്റാ. അത് സത്യ. അതായത് വിജയുടെ മകനായിട്ട് മാത്യു തോമസ് പക്കയാണ്. ഇപ്പം അജിത്തിന്റെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നെസ്ലന്റെ ഒരു ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അജിത്തിന്റെ മകനായിട്ട് ഓക്കെയാണ്. അങ്ങനെ അതെ, അങ്ങനെയാണെങ്കിൽ പൊളിയായിരിക്കും. വരട്ടെ. ആക്ഷൻ കൊടുക്കുക ചെറുക്കനെ. പിന്നെ അല്ല, ഇപ്പം ഫുള്ള് ബോക്സിംഗ് ഒക്കെ ചെയ്ത് തെളിഞ്ഞു നിൽക്കണേ, ചെറുക്കൻ തകർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.